ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ് പൈക്കാട്ട്. സങ്കീർത്തനം, വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തന പുസ്തകത്തിലെ 42-ാം അധ്യായം 1-ാം വാക്യം, സാംസ് 42:1 ഇങ്ങനെയാണ് പറയുക: നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. As a deer pants for flowing streams, so pants for my soul for you, O God. My soul thirsts for God, for the living God. ദൈവത്തെ അന്വേഷിക്കാൻ ഒരു ആഗ്രഹം മനുഷ്യനിൽ തന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മൾ 2 ചോദ്യങ്ങൾ, യുവജന മതബോധന ഗ്രന്ഥം യൂത്ത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, ഇതിൻ്റെ 2 ചോദ്യങ്ങളിലൂടെ നാം കടന്നുപോയി. ഇന്നലെ നാം കണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവ സ്നേഹം അവർണ്ണനീയമാണ്. ഈ ലോകത്ത് ഞാനല്ലാതെ മറ്റൊരാൾ ദൈവത്തിന് സ്നേഹിക്കാനില്ല എന്നതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നാണ് നാം കണ്ടത്. ഇന്ന് നാം ചോദിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ 3-ാമത്തെ ചോദ്യം, 527 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ പുസ്തകത്തിൽ നിന്ന് 3-ാമത്തെ ചോദ്യം നമ്മൾ ഇന്ന് കാണുകയാണ്: നാം എന്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നു? വൈ ഡു വി സീ ഗാഡ്? ഇതിങ്ങനെയാണ് പറയുക: ദൈവത്തെ അന്വേഷിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാനും അവിടുത്തെ കണ്ടെത്താനും, അതിങ്ങനെ വായിക്കുന്നു: ദൈവത്തെ അന്വേഷിക്കാനും അവിടുത്തെ കണ്ടെത്താനുമുള്ള ഒരാഗ്രഹം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കാനും അത് ഇൻബിൽറ്റാണ്. God has placed in our hearts a longing to seek God and find Him. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തെ അങ്ങ് ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു. അങ്ങേക്ക് വേണ്ടി ഞങ്ങളെ സൃഷ്ടിച്ചു. അങ്ങിൽ വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നു. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വലിയ, അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായൊരു കോട്ടിങ്ങാണ്: യു ഹാവ് മെയ്ഡ് അസ് ഫോർ യുവർ സെൽഫ് ആൻഡ് our heart is restless until it rests in you. അപ്പം ഈ ഒരു ആഗ്രഹം, മനുഷ്യൻ്റെ ഒരു ആഗ്രഹം, ദൈവത്തെ കണ്ടെത്തണം, അന്വേഷിക്കണം, അത് ദൈവം നമ്മിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുക എന്നത് സ്വാഭാവികമാണ്. അത് എല്ലാ മനുഷ്യരിലും ആ ഒരു ആഗ്രഹമുണ്ട്. അത് എന്താണ്, എങ്ങനെ അന്വേഷിക്കണം? സത്യത്തിനും സന്തോഷത്തിനും വേണ്ടി മനുഷ്യനെല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷത്തോടെ ജീവിക്കണം. ആരും സങ്കടപ്പെട്ട് തളർന്ന് ജീവിക്കാൻ ഒരു മനുഷ്യനും ആഗ്രഹമില്ല. ഞാൻ നശിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ്. സത്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള നമ്മുടെ സർവ്വ അന്വേഷണങ്ങളും ആത്യന്തികമായി നമ്മെ പൂർണ്ണമായി താങ്ങി നിർത്തുന്ന, നമ്മെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന, തൻ്റെ സേവനത്തിൽ നമ്മെ പൂർണ്ണമായി ഏർപ്പെടുത്തുന്ന ഒരുവനെ അന്വേഷിക്കലാകണം. അത് ദൈവം മാത്രമേ ഉള്ളൂ. അത് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുവൻ എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, സത്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള നമ്മുടെ സർവ്വ അന്വേഷണവും ആത്യന്തികമായി നമ്മെ പൂർണ്ണമായി താങ്ങി നിർത്തുന്ന, നമ്മെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന, തൻ്റെ സേവനത്തിൽ നമ്മെ പൂർണ്ണമായി ഏർപ്പെടുത്തുന്ന ഒരുവനെ അന്വേഷിക്കലാകണം. അതായത് ഒരു മനുഷ്യൻ പൂർണ്ണനാകണമെങ്കിൽ, അവൻ്റെ പൂർണ്ണ തനിമ എത്തിച്ചേരണമെങ്കിൽ അവൻ ദൈവത്തെ കണ്ടെത്തണം. അപ്പം നമ്മുടെയൊക്കെ അന്വേഷണം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം നാം കൊടുക്കേണ്ടത് ദൈവത്തെ അന്വേഷിക്കുക, കണ്ടെത്തുക, ദൈവത്തെ അനുഭവിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിയുകയല്ല, ദൈവത്തെ അനുഭവിക്കുക. ദൈവമാണ് എൻ്റെ എല്ലാം എന്ന് മനസ്സിലാക്കുക എന്നതാണ്.
അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതശൈലി നമുക്ക് പടുത്തുയർത്താനായിട്ട് ആഗ്രഹിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.